ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടൊരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീട്ടിലേക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന മഞ്ഞപ്പത്രക്കാരന്മാരെല്ലാവരും കൂടി തള്ളിക്കേറി അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള നാട്ടുകാരും രാഹുലുമായിട്ട് അടുപ്പമുള്ളവരും അകത്തേക്ക് കയറണ്ട, പുറത്തു നിന്നുള്ള പരിപാടിയൊക്കെ മതി എന്നങ്ങോട്ട് ആട്ടിവിട്ടു. ഇത് ആട്ടിയത് തന്നെയാണ്. യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള വഴക്കോ വാക്കുതർക്കങ്ങളോ ഒന്നും ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ജയിലിൽ നിന്ന് റിലീസായി കഴിഞ്ഞതിന് ശേഷം ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്ലീസ് പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയൂ, രാഹുൽ കുടുക്കിയതാണോ എന്നൊക്കെ ചോദിച്ച് കുറേ എന്ത് പറയുന്ന വിവരദോഷികൾ, നിയമത്തിൻ്റെ 1% പോലും അവബോധമില്ലാതെ ഇതേപോലെയുള്ള രാഹുലിൻ്റെ പീഡനം എങ്ങനെയായിരുന്നു, അതിന് തീവ്രത അളക്കുന്ന കുറേ ചേച്ചിമാർ അണ്ണന്മാരൊക്കെ ഉണ്ട് കേട്ടോ, അമ്മായിമാർ കേട്ടോ, അവരൊന്നും പറഞ്ഞില്ല. എന്തായാലും രാഹുലിൻ്റെ പീഡനം എത്തരത്തിലുള്ളതായിരുന്നു, അത് എത്രത്തോളം പരാതിക്കാരികൾ ആസ്വദിച്ചു, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളായിരുന്നല്ലോ കുറേ ദിവസമായിട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചാനലുകാർ. അപ്പോൾ ഇനി അടുത്ത ഒരു പരിപാടിയായിട്ട് അടുത്ത ഒരു 2 ദിവസം ആ ചർച്ചകളുമായിട്ട് കൊണ്ടുപോകാനകത്ത് കരുതിയത് അവിടെ രാഹുലിൻ്റെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. ഞങ്ങളുടെ ചെറുക്കനെ മതി, നീയൊക്കെ വിചാരണ ചെയ്തില്ലേ കുറേ എന്നുള്ള രീതിയിൽ അവിടെ നിർത്തിച്ചു. ഗേറ്റിനകത്തേക്ക് ഒറ്റയെണ്ണത്തിന് കടത്തിയില്ല. അതെന്തായാലും എനിക്ക് സന്തോഷമായി, കാരണം അത് തന്നെ വേണമായിരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ വന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് വെറുതെ വന്നിട്ടോ ഒരു രാഷ്ട്രീയ വനവാസം ചെയ്തിട്ടോ ഒരു കാര്യമില്ല. രാഹുലിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്തുണ, രാഹുലിനെ ഒരു രാഷ്ട്രീയ പകപോക്കലിന് ഇരയാക്കിയതാണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ജനസമൂഹം രാഹുലിൻ്റെ പിന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് രാഹുൽ ചെയ്യേണ്ടത് നിയമപരമായിട്ട് തന്നെ ഇതിനെയൊക്കെ നേരിടണം. പിന്നെ അതുപോലെ ഈ 3ാമത്തെ പരാതിയിൽ ഒരു കാരണവുമില്ലാതെ യാതൊരു തരത്തിലുള്ള നടപടി ചട്ടങ്ങളും പാലിക്കാതെ അറസ്റ്റ് ചെയ്ത പോലീസ്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ്, പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഇവർക്കൊക്കെ എതിരെ പരാതി കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തിൽ നമുക്കൊരു തോന്നലുണ്ട്, കോടതികൾ ഭയങ്കര വലിപ്പമുണ്ട്, പോലീസ് ഭയങ്കര വലുതാണ്, അവരുടെ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ട് നമ്മുടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ധർമ്മം. ഇവരൊക്കെ നമുക്ക് വേണ്ടി സെർവ് ചെയ്യുന്നവരാണ്. അതാദ്യം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി സെർവ് ചെയ്ത് നമ്മുടെ ടാക്സ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് വെച്ച് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സകലമാന ഗ്രാറ്റുവിറ്റികളും സകലമാന ഒരു DA ഉൾപ്പെടെ ട്രാവലിംഗ് അലവൻസ് എല്ലാം ഇവർ കൈപ്പറ്റുന്ന ആൾക്കാരാണ്. ഇവർ കൈപ്പറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി, നമ്മളെ ജനങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവർ ജനങ്ങൾക്ക് അതീതരല്ല. നമ്മളാണ് ജനാധിപത്യത്തിൽ, ജനങ്ങളാണ്, നമ്മളാണ് ഏറ്റവും വലുത്, നമ്മളാണ് രാജാക്കന്മാർ, നമ്മളാണ് യജമാൻ. നമ്മളെ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ് പൊളിറ്റീഷ്യന്മാരായാലും പോലീസുകാരായാലും നീതിപീഠത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, മജിസ്ട്രേറ്റുമാരായാലും ജഡ്ജസ് ആയാലും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജഡ്ജി അതിനകത്ത് ഈ ഒരു ജാമ്യം യഥാർത്ഥത്തിൽ പറഞ്ഞ റിമാൻഡ് ചെയ്ത് തന്നെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ്. BNS 2023 BNSഉം BNSSഉം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും അതുപോലെ തന്നെ BNS ഭാരതീയ ന്യായ സംഹിതയും അനുസരിച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഈ മജിസ്ട്രേറ്റിന് അറിയാമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. നിയമം അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരും പ്രധാനമായിട്ട് ഈ BNSS വായിക്കുന്ന ആൾക്കാർക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത് നടപടി അറസ്റ്റ് ചെയ്തത് ഇതേണക്കല്ല. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ BNSSൽ പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞാൽ ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ BNSSൽ 2BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന്. ഈ മജിസ്ട്രേറ്റിന് ഒരു അറിവുമില്ലല്ലോ എന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിമിനൽ നമ്മുടെ CRPC, പഴയ CRPC ക്രിമിനൽ നടപടി ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഏതെങ്കിലും തരത്തിൽ പോലീസ് ഓഫീസേഴ്സ് ആയാലും കോടതികളും പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം ക്രിമിനൽ നടപടി ചട്ടങ്ങൾ പാലിക്കാതെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അത് റദ്ദ് ചെയ്യാം. അത് ഒരിക്കലും അങ്ങനെ ഒരു അറസ്റ്റ് നടത്താൻ പാടില്ല എന്ന് കോടതികൾ റദ്ദ് ചെയ്യാണ് വേണ്ടത്. അത് കോടതികളുടെ അധികാരം. അത് അവിടെ BNSSൽ എഴുതി വെക്കില്ല, അത് CRPCയിലും എഴുതി വെക്കില്ല. അതൊരു ക്രിമിനൽ നടപടി
ചട്ടത്തിൻ്റെ ഒരു നിയമ പുസ്തകമാണ് എന്ന് പോലുമുള്ള അറിവ് നമ്മുടെ ഒരു കോടതികളിലിരിക്കുന്ന മജിസ്ട്രേറ്റുമാർക്ക് ഇല്ലാതെ പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിയമ സംവിധാന ഈ സാധാരണക്കാർക്ക് നിയമ സംവിധാനത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പോലീസ് ഒരു ഏജ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഏജ് റാങ്കിലൊക്കെ ഇരിക്കുന്ന ഒരു ലേഡി, അവർക്ക് അത്യാവശ്യം പിന്നെ ഇവിടെ അവർ അത്യാവശ്യം നിയമത്തിൻ്റെ ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു പോലീസ് രാജ് സംവിധാനമല്ല, ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ഒരു പോലീസ് രാജ്യമല്ല, നീതിന്യായ വ്യവസ്ഥ അല്ല ഇവിടെ ഏറ്റവും വലുത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നവരാണ് എല്ലാ മജിസ്ട്രേറ്റുമാരും, എല്ലാ ജഡ്ജസും, ഏത് പൊളിറ്റീഷ്യനും, ഏത് മന്ത്രിയും, ഏത് പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നവരാണ്, ജനങ്ങളെ സേവിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ നിയമങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് നിയമങ്ങളുടെ ആവശ്യമുണ്ടോ? കോടതികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ. അപ്പോൾ നിയമ സംഹിതയ്ക്കനുസരിച്ച്, നിയമത്തിൻ്റെ നടപടികൾക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. പോലീസിനകത്ത് പറഞ്ഞേക്കുന്ന ഗ്രൗണ്ടും റീസൺസും കൊടുക്കണം. ഈ ഗ്രൗണ്ട് ഓഫ് റീസൺസ് ഒക്കെ വളരെ തെറ്റാണ്. കാരണം ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? റീസൺസ് എന്ന് പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, പിന്നെ അതിൻ്റെ ഗ്രൗണ്ട്, ഈ അറസ്റ്റ് ചെയ്യപ്പെടലിലേക്ക് എത്തിയതിൻ്റെ ഗ്രൗണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിവോഴ്സിന് കൊടുക്കുമ്പോൾ അതിന് ഗ്രൗണ്ട് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഡിവോഴ്സ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഒന്നിൽ അതിൽ അവിഹിതമുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒത്തുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വെനീറൽ ഡിസീസസ് ഉണ്ടാവും, ഇൻസാനിറ്റി ഉണ്ടാവും, ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സൺസ് വൺസ് ഓൺ മൈൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള കുറേ ഒരു എന്താ പറയണേ, കുറച്ച് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതാണ് ഗ്രൗണ്ട്. പക്ഷേ റീസൺസ് അതല്ല. നമ്മളൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരു റീസൺ, ഒരു ബലാത്സംഗ കേസാകുമ്പോൾ ആ വ്യക്തി എന്താ പറയണേ, പുറത്തേക്ക് പിന്നെ അറസ്റ്റിനെ ഭയന്നോ അല്ലെങ്കിൽ എന്തോ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്, രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, പിന്നെ അല്ലെങ്കിൽ ഈ ഒരു പരാതിക്കാരികളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് സഹകരിക്കില്ല എന്നൊക്കെയുള്ള ഇതാണ് റീസൺസ്. ഈ ഒരു കോടതികളിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിലെ ഈ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടപ്പോൾ എല്ലാം ഗ്രൗണ്ട് ആൻഡ് റീസൺസ് എല്ലാം റീസൺസ് ആണ്, അവിടെ ഗ്രൗണ്ട് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പരാതി 3 ദിവസത്തിനകം ഈ പരാതി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമെയിൽ പരാതി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. BNSS ഇമെയിൽ പരാതിയിട്ട് അംഗീകരിക്കാൻ പാടില്ല. ഒരു പോലീസ് SHOയുടെ മുന്നിൽ വന്ന് ഒരു പിന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തുക, ഈ മൊഴി രേഖപ്പെടുത്തി അവർ ഒപ്പിടുക. ഇതിനകത്ത് ഈ ഒരു പരാതിയിൽ, ഇമെയിൽ പരാതിയിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് കേട്ടത്. ഞാൻ ആ പരാതിയുടെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ പരാതിയിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇവിടെ വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പരാതിയിൽ ഒപ്പിട്ടത്? ആരാണ് പരാതിയിൽ ഒപ്പിട്ടത്? ഇതെല്ലാം നമ്മൾ കണ്ടെത്തണം. ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറൻസി ഉണ്ട്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടത് രാഹുലിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ രാഹുലുമായിട്ടും സഹകരിക്കുക, അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ ആവശ്യമാണ്. അതിന് രാഹുൽ മുന്നോട്ടിറങ്ങണം. അതിജീവിതം മീൻസ് പരാതിക്കാരികളെ ഒരു തരത്തിലും സ്വാധീനിക്കുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കോടതിയുടെ ഒരു പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജാമ്യം കിട്ടിയതിൻ്റെ ഗ്രാൻഡ് ആ ഓർഡറിനകത്ത്, നമ്മുടെ ബെയിൽ ഗ്രാൻഡിനകത്ത് പറഞ്ഞിരിക്കുന്ന, ബെയിൽ ഓർഡറിനകത്ത് പറഞ്ഞിരിക്കുന്ന അങ്ങനെ മാത്രമാണ്. അല്ലാതെ ക്രിമിനൽ കോൺസ്പിറൻസി ചെയ്യാൻ പാടില്ല, അതൊന്നും രാഹുൽ ചെയ്യാതെ രാഷ്ട്രീയ വനവാസം ചെയ്ത് വീട്ടിനകത്ത് ഇരിക്കണം എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അതിനൊക്കെ രാഹുൽ ചെയ്യാം. രാഹുലിനെ ആരാണ് ഇങ്ങനെ ഗൂഢാലോചന കേസുകൾ കൊടുക്കുന്നത്? കാരണം ഒരു പരാതികളിലും ബലാത്സംഗം നടന്നിട്ടില്ല, ഈ 3ാമത്തെ പരാതിയിലും ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് കോടതി കറക്റ്റായിട്ട് പറയുവാണ്. അപ്പോൾ പിന്നെ ആരാണ് ഇതിനൊക്കെ നിന്നേക്കുന്നത്? ആരാണ് ഇതിനകത്ത് ഇത്രയും ഗൂഢാലോചന നടത്തി രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രമാത്രം തേജോവധം ചെയ്യാനായിട്ട് ആരാണ് മുൻകൈ എടുത്തത്? ഇതെല്ലാം നമ്മൾക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയണ്ടേ. അയാൾ ഒരു പാലക്കാടിൻ്റെ മാത്രം MLA അല്ല, അയാളൊരു ഒരു ജനസമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു. അതുമാത്രമല്ല, അയാളെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയമില്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർ പോലും അയാളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്തുകൊണ്ടാണ്? അയാളുടെ ചിരി കണ്ടിട്ടോ അയാളുടെ ശൃംഗാരത്തിലും മയങ്ങിയിട്ടല്ല, അയാളുടെ കഴിവിനെ നമ്മൾ കണ്ടിട്ടാണ്. അയാൾക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ നട്ടല്ലുയർത്തി ആണിനെ പോലെ സംസാരിക്കാനുള്ള കഴിവ്, അയാൾക്ക് ആരെയും എതിർക്കാനുള്ള ജനങ്ങൾക്ക് എതിരായിട്ടുള്ള എന്ത് കാര്യവും കണ്ടാൽ അതിനെ എതിർക്കാനുള്ള ത്രാണിയുള്ള ഒരു വ്യക്തി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് നമുക്ക് അയാളെ ഇഷ്ടപ്പെട്ടത്. അതേ കണക്ക് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അയാളുടെ പിന്നിലുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ക്രിമിനൽ കോൺസ്പിറൻസി, ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏത് പാർട്ടിക്കാരായാലും, അത് കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ടായാലും BJPയുടെ ആൾക്കാരുണ്ടായാലും CPMൻ്റെ ആൾക്കാരായാലും ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പോലീസ് ചെയ്തിരിക്കുന്ന യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമല്ല, ഇതെല്ലാം തെറ്റായ നിയമങ്ങളാണ്. അതുകൊണ്ട് പോലീസിനെതിരെ ആരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ
അല്ലെങ്കിൽ തലവത്തി എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ പരാതി തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം എങ്കിലേ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇവരെ എല്ലാം ട്രയൽ ചെയ്യണം, ഇവരെ എല്ലാം വിചാരണ ചെയ്യേണ്ട ആൾക്കാരാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി, ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് വേണ്ടി നമുക്ക് നിയമം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയി? അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ നിയമം നടത്തുന്ന ആൾക്കാരെ എല്ലാം തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മജിസ്ട്രേറ്റ് എന്ത് കണ്ടിട്ടാണ് ആ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത്? ഒരു കേസിൽ ഒരു പരാതി, ഇമെയിൽ പരാതിയിലും പരാതി പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രിമിനൽ നടപടി ചട്ടത്തിൽ അതില്ല, പിന്നെ എന്ത് ചെയ്യണം എന്നില്ല എന്നാണ് മജിസ്ട്രേറ്റ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെ എന്തോ ഒരു വലിയ തെറ്റാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അതവിടെ റദ്ദ് ചെയ്യണം. അതാണ് ഒരു മജിസ്ട്രേറ്റ് ചെയ്യേണ്ടത്. ഇത്രമാത്രം ഒരു തരത്തിലും കോമൺ സെൻസ് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു നീതി ന്യായാധിപ എന്ന് പറഞ്ഞാൽ, ന്യായാധിപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിന് തന്നെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ കോടതികളെ പിന്നെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു കുത്തി വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വിമർശിക്കാൻ, അത് മാന്യമായ ഭാഷയിൽ നമുക്ക് കോടതികളെ എല്ലാവരെയും വിമർശിക്കാം. നമുക്ക് മാന്യമായ ഭാഷയായിരിക്കാം. അവരെ മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കുകയോ അവരെ മോശപ്പെട്ട രീതിയിൽ ചീത്ത പറയുകയോ തെറി പറയുകയോ അവരുടെ കുടുംബത്തിനെ പറയുകയോ അവരെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിക്കുകയോ ചെയ്യല്ല. നമ്മളവർ ചെയ്യുന്ന തെറ്റിനെ തീർച്ചയായിട്ടും അത് ജഡ്ജി അല്ലാതെ ആര് തന്നെ ആയാലും നമ്മളതിനെ നിശിതമായി വിമർശിക്കണം. കാരണം ഈ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റായ കാര്യങ്ങളാണ്. ഈ BNSSലുള്ള ക്രിമിനൽ നടപടി ചട്ടപ്രകാരം, മീൻസ് ക്രിമിനൽ നടപടി CRPCയിലുള്ള, അതുപോലെ അതാണ് BNSS എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ല. ഈ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നടത്തിയില്ല എങ്കിൽ ഇങ്ങനെ ഒരു പരാതിയല്ല, ഒപ്പിടാത്ത SHOയുടെ മുന്നിൽ മൊഴി കൊടുക്കാത്ത, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മൊഴി കൊടുക്കാത്ത, SHOയുടെ മുന്നിൽ ഒപ്പിടാത്ത ഈ പരാതി പിന്നെ ക്രിമിനൽ നടപടി ചട്ടങ്ങൾക്ക് എതിരാണ്. അത് യഥാർത്ഥമായിട്ടുള്ള പരാതിയായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിനെന്ത് ചെയ്യണം എന്നുള്ളൊരു എവിടെയാണ് എഴുതേണ്ടത്? അത് എൻ്റെ ദൈവം, ഇത്രയും നിയമ അവബോധമില്ലാത്ത മജിസ്ട്രേറ്റുമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 ദിവസം ഒരു ബലാത്സംഗമാണ്, ഇത് വേറൊന്നുമല്ല. ഈ ബലാത്സംഗ പരാതിയിൽ 3 ദിവസത്തിനകം, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 72 hours, 3 ദിവസത്തിനകം ഈ ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട വിക്ടിമിനെ, ഇരയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ വൈദ്യ പരിശോധനയ്ക്ക്, മെഡിക്കൽ എക്സാമിനേഷൻ വിധേയമാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പരാതികൾ വരുന്നത്. എങ്കിൽ പോലും പരാതി കിട്ടി 3 ദിവസത്തിനകം ആ വ്യക്തിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു കേസ് നിലനിൽക്കൂ. FIR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത്, ഒരു പരാതി കൊടുത്ത് അതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പരാതിക്കാരിയുടെ ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് FIR അവർ ഇടും. ആ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് കേസിനെ കുറിച്ച് അന്വേഷിക്കും, ഇതിന്റെ നിജസ്ഥിതി. കാരണം ഇതൊരു വ്യക്തി കൊടുത്ത പരാതി അവരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ, ഇതിനകത്ത് തെളിവുകളുണ്ടോ, ഇതൊന്ന് അന്വേഷിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതിനുശേഷം ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അവർക്ക് 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അവർ ഡയറക്റ്റ് മൊഴി കൊടുക്കണം. ഇങ്ങനെ ഒന്നുമില്ലാതെ, ഇങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നിയമപരമായിട്ട് ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ നമ്മുടെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താവും? ഏതൊരു വ്യക്തികളെയും ഇതേപോലെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് നിയമം എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക? നിയമം എന്ന് പറയുന്നത് എന്താണ്? അപ്പം ഞാൻ അത് ആദ്യം പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടൽ തീർച്ചയായിട്ടും ഈ പോലീസിനെതിരെയും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനെതിരെയും തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം, പരാതിപ്പെടണം. കാരണം ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള അറസ്റ്റാണ്. ഇത് ഈ പോലീസ് എന്ന് പറയുന്നത് ആർക്കോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറി. പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. പോലീസ് എന്ന വാക്കിൽ തന്നെ P എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ, O എന്ന് പറയുന്ന ഒബീഡിയൻസ്, എല്ലാം എന്ന് പറഞ്ഞാൽ ലോയൽറ്റി, I എന്ന് പറഞ്ഞ ഇൻ്റലിജൻസ്, അങ്ങനെ ഓരോ ആൽഫബറ്റിനും അതിൻ്റേതായിട്ടുള്ള ഓരോ മീനിങ് ഉള്ളതാണ് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ. ചുമ്മാതല്ല പോലീസ്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പ്രൊട്ടക്ഷനാണ്, ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പോലീസ്. ഒരു പരാതി കിട്ടിയാൽ ആ പരാതി കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഒരു അറസ്റ്റ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടത്. എന്നിട്ടാണ് അത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മജിസ്ട്രേറ്റ് ഇതാണ് നോക്കേണ്ടത്, ഈ അറസ്റ്റ് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ, നിയമപരമായിട്ട് ഈ അറസ്റ്റ് കറക്റ്റാണോ, ഈ
പരാതിക്കാരികളുടെ പരാതി ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെ പരാതി കൊടുത്തിട്ടുണ്ടോ, ഇതിനകത്ത് ഒപ്പ് ആരാണ് ഇട്ടത്? ഈ പരാതിക്കാരി വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് ഒപ്പ് വന്നിരിക്കുന്നത്? അപ്പോൾ വ്യാജ ഒപ്പ്, ഇതൊക്കെ ഭയങ്കര ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഒരു സിഗ്നേച്ചർ ഫോർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒഫൻസ് അല്ലേ? അപ്പോൾ ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഞാനൊരു എന്താ പറയുക, ഞാനൊരു രക്തസാക്ഷിയായി എന്നെ ഏതെങ്കിലും ഒരു കേസിൽ കള്ളക്കേസിലായാലും കുടുക്കി കഴിഞ്ഞാൽ ഞാനിത് നാളെ എന്നെപ്പോലുള്ള ഒരു സ്ത്രീക്കും ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം ഞാനൊരു ജനപ്രതിനിധി കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും ഞാനത് നാളെ ഒരു വ്യക്തികൾക്കും ഇത് ഉണ്ടാവാൻ പാടില്ല. കാരണം പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രണയത്തിൽ ഏർപ്പെടുന്ന എത്രയോ ആൾക്കാർ 3, 4, 5 പ്രണയത്തിൽ ഏർപ്പെട്ട് ഇതേ കണക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് അവർക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഡേറ്റിങ്ങിന് പോകുന്നത് 3, 4 ആൾക്കാർ, നമുക്ക് തന്നെ ഫേമസ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ അറിയാം, ഞാനിപ്പോൾ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഡേറ്റിങ്ങിന് പോയി പല നാടുകൾ ഡേറ്റിങ്ങിന് 6 മാസവും അല്ലെ 1 വർഷവും 2 വർഷമൊക്കെ ഡേറ്റിങ്ങിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഇവരൊന്നും സെക്സിൽ ഏർപ്പെടാതിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് പറ്റുന്നില്ല, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് മാറുന്നു. പിന്നെ അതേ കണക്ക് ലിവിങ് ടുഗദർ, എത്രയോ ആൾക്കാർ ലിവിങ് ടുഗദർ താമസിക്കുന്നു, എന്നിട്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അവർ മാറുന്നു. അതേപോലെ തന്നെ ഉള്ളു ഇതൊരു പ്രണയം. അവർ പ്രണയിച്ചു, പ്രണയത്തിൻ്റെ ഒടുവിൽ അവർ ഒരുമിച്ച് പിന്നെ സെക്സിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് അവർ പിണങ്ങിക്കഴിയുമ്പോൾ പിന്നീട് നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത് മോശമല്ലേ? അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും രാഹുൽ പിന്നെ ഇതിനെ ഉറപ്പായിട്ടും ഈ ഒരു മജിസ്ട്രേറ്റിനെതിരെയും പോലീസിനെതിരെയൊക്കെ പരാതി കൊടുക്കണം. അത് പൊതു സമൂഹത്തിന് ജനങ്ങൾക്ക് കൂടി ആവശ്യമാണ്, ജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് രാഹുൽ ഇത് ചെയ്യേണ്ടത്. കാരണം ഇത് ശുദ്ധമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള അറസ്റ്റാണ്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ മിസ്റ്റേക്കാണ് പറ്റിയിരിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു പോലീസ് അത് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഒരു ഭരണഘടനയോ അത് ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടിയോ ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവർ പ്രവർത്തിക്കാനുള്ളവരല്ല പോലീസ്. നമ്മുടെ ഭരണഘടനയിൽ നമുക്കൊരു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. അതിന് എഗൻസ്റ്റാണ് 18 ദിവസം ഒരു മനുഷ്യനെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ ഇല്ലീഗൽ അറസ്റ്റ് ചെയ്ത് ഒരു മജിസ്ട്രേറ്റ് ഉൾപ്പെടെ തടങ്കലിൽ ഇടുക എന്ന് പറഞ്ഞാൽ, അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നമ്മളെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 അതിന് എഗൻസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് പോകണം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയായിട്ട് തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ്സുകാരും ഇതിനകത്ത് ഏർപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും ഇയാളെ ഏതെങ്കിലും തരത്തിൽ പുറത്താക്കണമെന്ന് ആഗ്രഹത്തോടും ഉദ്ദേശത്തോടും കൂടി നമ്മുടെ സർക്കാരിൻ്റെ കൂടെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മളെ നമുക്ക് ചില ആൾക്കാർ ഉയർന്നു പോകുമ്പോൾ ചിലർക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായി തിരിച്ചു വരട്ടെ. എന്തായാലും മാധ്യമങ്ങളെ അടിച്ച് പുറത്താക്കിയതാവും അവർക്ക് ഇത് തന്നെ വേണം. മാപ്രകളെ മേലിൽ കയറ്റരുത്. കാരണം ഈ മാപ്രകളാണ്, ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളുമാണ് ഇത്രയും മോശമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ എന്താ പറയണേ, രാഹുൽ മാങ്കൂട്ടത്തിൽ വല്ല പെണ്ണുങ്ങളുടെ കല്യാണം കഴിച്ച കുറേ സ്ത്രീകളുമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് പോയോന്ന് അറിയണ്ട. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള, അതേ കണക്ക് തന്ത്രി മന്ത്രി അതെല്ലാം വന്നപ്പോഴാണ് ഈ കേസുകളെല്ലാം പെട്ടെന്ന് കൊണ്ടുവന്ന് പലരും 90 ദിവസത്തെ കുറ്റപത്രം സമർപ്പിക്കുന്ന പലരും അറസ്റ്റ് ചെയ്തവരെല്ലാം പുറത്തിറങ്ങുന്നു. ഇതെന്താണ്, എന്ത് അന്വേഷണമാണ്? ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇതിൽ ഇന്ന് ബജറ്റ് പ്രഖ്യാപിച്ച് ബാലഗോപാൽ, എന്ത് ബജറ്റാണിത്? അവസാനത്തെ 1 മാസത്തിന് വേണ്ടിയാണ് ഈ ബജറ്റ്. ഇത്രയും ദിവസം ആശാവർക്കർമാർ റോഡിൽ കിടന്ന് മൊട്ടയടിച്ച് റോഡിൽ കിടന്ന സമയത്ത് ഇവർക്കൊരു 100 രൂപ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാലഗോപാലിനും ഈ മന്ത്രിമാർക്കൊന്നും പറ്റിയില്ല. ഇപ്പം 1 മാസം ഉള്ള ഇലക്ഷന്, നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന 1 മാസം ഉള്ളപ്പം ആശാവർക്കർമാർക്ക്, അംഗനവാടി ആൾക്കാർക്ക് പെൻഷൻ പദ്ധതി കൂട്ടുന്നു, ഗവൺമെൻറ് ഓഫീസേഴ്സിന് അതെനക്ക് മുൻകാല പ്രാബല്യത്തിൻ്റെ ശമ്പളം എനിക്കറിയത്തില്ല, സകലമാനം കൂട്ടിയിരിക്കും. കാരണം ഖജനാവ് എന്താ പറഞ്ഞേ, ഒരു പുല്ലില്ലാതെ അടച്ചു പൂട്ടിരുന്ന ഖജനാവ് കാലി ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ട് ചുമ്മാ ബജറ്റിൽ പ്രഖ്യാപിക്കുക. 3 വർഷം മുമ്പ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ അങ്ങേ വർഷം കുട്ടനാടൻ പാക്കേജും ഒക്കെ പ്രഖ്യാപിച്ച് ഇപ്പോഴും കിടക്കണം. ഒന്നും നടപ്പിലാക്കാതെ വീണ്ടും പ്രഖ്യാപനങ്ങൾ മാത്രം. ആരുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്തോ ഇതൊക്കെ ചെയ്യുന്നത്? എന്തായാലും ബാലഗോപാൽ ബജറ്റും കൂടി പ്രഖ്യാപിച്ചപ്പോൾ ഇതൊന്നും മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. മാധ്യമങ്ങൾ പറയുന്നത് ഇത്രയും നല്ല ബജറ്റ് എപ്പോൾ ചെയ്യാനാണ് ഈ ബജറ്റ്? ഇത്ര കാലം ഈ 10 വർഷം ചെയ്യാത്തതാണ് ഇനി ചെയ്യാൻ പോണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ
മന്ദബുദ്ധികളാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഇറങ്ങുക. അപ്പോൾ അതിനൊന്നും നമ്മളെ കൂട്ടുകില്ല. ഏത് പാർട്ടിക്കാരായാലും, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു 100% എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് നിങ്ങളും യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.